മറ്റേ ഈ CCTV കാണുന്നുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ കാണുന്ന എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇവരിപ്പോഴും പറയുന്ന ഒരു അവ്യക്തതയില്ല പ്രിൻസിപ്പൾ. ഓരോ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും പറയുന്നതിൽ വ്യക്തതയില്ല. പറയുന്ന സമയങ്ങളിൽ, പറഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. ഈ പറയുന്ന ആദ്യം നമ്മൾ പ്രതികളെന്ന് പറഞ്ഞ ഈ റാമും പിന്നെ രണ്ടാമത്തെ പ്രതി സംഗീത, അവർ ശക്തമായിട്ട് നമ്മൾ ഉറച്ചു വയ്ക്കാനാണ് ഈ രണ്ടുപേരെ പേരും. സംഗീതയും ഉണ്ട്, ഇല്ലാന്നില്ല. അവരാരൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും സംഗീത പ്രതി തന്നെയാണ്. ഈ രണ്ടുപേരും കൊലപാതകികളാണ്. പിന്നെ ആ സംഭവ ദിവസമുള്ള കുറ്റവാളികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലത, ആ ഒരു പ്രേരണ കാരണമാണ് അവൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള ഒരു കുറ്റം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന്. അപ്പൊ അത്രയും മെന്റലി ടോർച്ചറും ഒരു അപമാനിക്കലും അവനുണ്ടായപ്പോൾ അവന് സഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതെന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ നടന്ന വിഷയങ്ങളാണ്. അതിനുശേഷം ഇവിടെ നിന്ന് അവൻ കരഞ്ഞുകൊണ്ട് പോയി. ഒരു പക്ഷേ അവർ പറയുന്നത് പോലെ മൂന്നാമത്തെയോ നാലാമത്തെയോ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം. അതിൽ പോലും അവർ കൃത്യതയില്ല. എത്രാമത്തെ നിലയിൽ നിന്നാണ് ചാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കണ്ടിട്ടില്ല, പോയവരാരും കണ്ടിട്ടില്ല. മെഡിക്കൽ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തത പറയുന്നില്ല. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഒന്നും പറയുന്നില്ല അവര്. ഒരാൾ വീണു, ഒരു പട്ടി മോളിയും താഴെ വീണു, ചത്തു, അവരൊക്കെ എടുത്തുകൊണ്ടേ കുഴിച്ചിട്ടു. ഈ രീതിയിലാണ് അവരുടെ ഒരു മനോഭാവം. അതെ, അവർക്ക് തീർച്ചയായിട്ടും അവനൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടാൻ വൈകിയതായിട്ട് ഞാനും അറിഞ്ഞു. കാരണം എത്രയോ സമയം, മണിക്കൂറുകൾ അവിടെ കിടന്നിട്ടാണ് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് കണ്ടുനിന്ന കുറച്ച് കുട്ടികൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ഈ ക്യാൻറ്റീനാണ്, ആ ക്യാൻറ്റീൻ്റെ ഭാഗത്തു നിന്നുള്ള ചേട്ടന്മാരൊക്കെ എടുത്തുകൊണ്ട് പോയതായിട്ടും പറയുന്നുണ്ട്. പക്ഷെ അവന് ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ഒരുപാട് വൈകിയതായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നെ അവന് A+ ബ്ലഡാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവന്റെ A+ന് പകരം O- ഗ്രൂപ്പോ പോസിറ്റീവോ ഏതോ ഒന്നാണ് ഈ ഇവിടുത്തെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്.